ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എഴുന്നേൽക്കൂ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മർക്കോസ് 10-49 വാക്യം. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീൻ എന്നു പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു കുരുടനെ വിളിച്ചു. വഴിയരികിൽ ഇരിക്കുകയായിരുന്ന ബർത്തിമായി ആദ്യം തന്റെ ആലസ്യത്തിൽ നിന്ന് എഴുന്നേൽക്കണം. അവൻ പൊടി നിറഞ്ഞ നിലത്തു നിന്നും ഫിഷാടന അവസ്ഥയിൽ നിന്നും എഴുന്നേൽക്കണം. അന്ധതയിൽ നിന്ന് എഴുന്നേൽക്കണം. നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ചു പറയുന്നു, എന്റെ കുഞ്ഞെ, ക്ഷീണത്തിൽ നിന്ന് നീ എഴുന്നേൽക്കൂ. പൊടി തട്ടിക്കളഞ്ഞ് ചിറകു വിടർത്തി കഴുകനെ പോലെ ആകാശത്തിൽ പറന്നുയരുക. എഴുന്നേറ്റ് ഞാൻ നിനക്കായി കരുതി വച്ചിരിക്കുന്ന സമ്മാനങ്ങളും ശക്തിയും സ്വീകരിക്കുക. ധൂർത്തനായ പുത്രൻ ബോധം വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുക്കൽ പോകും. പിതാവേ, ഞാൻ സ്വർഗത്തിനെതിരായും നിനക്കെതിരായും പാപം ചെയ്തു. ഇനി നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ കൂലിക്കാരിൽ ഒരാളെ പോലെ എന്നെ ആക്കേണമേ എന്ന്. ഇത് ലൂക്കോസ് 15-18 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. പന്നികളുടെ ഇടത്തു നിന്നും എഴുന്നേൽക്കേണ്ടി വന്നു. അനുകമ്പയുള്ള കർത്താവായ യേശുവിന്റെ അടുക്കലേക്ക് വരാൻ അവൻ എഴുന്നേൽക്കേണ്ടി വന്നു. കർത്താവായ യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് തന്റെ നഷ്ടപ്പെട്ട മക്കളെ അന്വേഷിക്കാനും രക്ഷിക്കാനും വേണ്ടി മാത്രമാണ്. ഇന്ന് നിങ്ങൾ പാപഭാരത്താൽ കഷ്ടപ്പെടുന്നു. ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും കർത്താവ് തന്റെ ഇരു കരങ്ങളും നീട്ടി സ്നേഹത്തോടെ പറയുന്നു, പിതാവ് എനിക്ക് നൽകുന്നതെല്ലാം എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു തരത്തിലും തള്ളിക്കളയുകയില്ല എന്ന്. ഇത് യോഹന്നാൻ 6-37 വാക്യത്തിൽ കാണാൻ സാധിക്കും. ആത്മീയ ജീവിതത്തിൽ മയങ്ങുന്ന എല്ലാവരെയും എഴുന്നേൽക്കാൻ കർത്താവ് വിളിക്കുന്നു. തിരുവെഴുത്തുകൾ പറയുന്നു, ഉറങ്ങുന്നവരെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിങ്ങൾക്ക് വെളിച്ചം നൽകുമെന്ന്. ഇത് എഫേസ്യർ 5-14 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. ഉറക്കം നിമിത്തം ഷിംഷോന്റെ ശക്തി നഷ്ടപ്പെട്ടു. ഗാഠനിദ്ര നിമിത്തം യുത്തിക്കോസ് 3-ാം നിലയിൽ നിന്ന് താഴേക്ക് വീണു മരിച്ചു. യോനാ പ്രവാചകൻ ഉറക്കത്തിൽ നിന്നുണർന്നു. കപ്പലിലെ ജാതിയർ പ്രാർത്ഥിക്കാൻ വേണ്ടി അവനെ വിളിച്ചു. ഭക്ഷണം കഴിക്കാനും ശക്തി പ്രാപിക്കാനും ഏലിയ പ്രവാചകനെ ഒരു ദൂതൻ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി. നിങ്ങൾ വളരെ ദൂരം പോകേണ്ടതുണ്ട്. കർത്താവ് നിങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യും. അതിനാൽ നിങ്ങളുടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക. കർത്താവ് തന്റെ മണവാട്ടിയെയും എഴുന്നേൽക്കാൻ വിളിക്കുന്നു. എന്റെ പ്രിയേ, എന്റെ സുന്ദരി, എഴുന്നേറ്റ് പോകൂ. ഇതാ ശീതകാലം കഴിഞ്ഞു, മഴ അവസാനിച്ചു പോയി. അത്തിമരം അതിന്റെ പച്ച അത്തിപ്പഴങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഇളം മുന്തിരിയുള്ള മുന്തിരിവള്ളികൾ നല്ല മണം നൽകുന്നു. എന്റെ പ്രിയേ, സുന്ദരി, എഴുന്നേറ്റു പോകൂ എന്ന്. ഇത് ഉത്തമഗീതം 2-ാം അധ്യായം 10, 11, 13 വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. ദൈവമക്കളെ, കർത്താവിന്റെ ദിവസത്തിന്റെ അടയാളങ്ങൾ എല്ലായിടത്തും കാണാനാകും. എല്ലാ പ്രവചനങ്ങളും കഴിഞ്ഞു. മഹത്വത്തിന്റെ രാജാവായ നമ്മുടെ കർത്താവായ യേശുവിനെ കാണാൻ നാം എല്ലാവരും എഴുന്നേറ്റ് മുന്നോട്ടു പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിലുള്ള വാക്യം യെശയ്യാവ് 60-ാം അധ്യായം 1-ാം വാക്യം. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 87-88 അധ്യായങ്ങൾ, വൈകുന്നേരം റോമർ 13-ാം അധ്യായം. ആമേൻ.